നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിലൊക്കെ കാണുന്നത് ഇറാൻ്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു ചെറിയ ഈ മൊസ്കിറ്റോ കപ്പൽ എന്നല്ല, മൊസ്കിറ്റോ ഫീറ്റ് എന്നും പറഞ്ഞിട്ട് ഇറാൻ ഇറക്കിയിട്ടുള്ള ഒരു കപ്പൽ വ്യൂഹമുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഒരു സ്ഥലത്ത് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിങ്ങനെ വരും എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇറാൻ അവരുടെ പുതിയ ഇത്തരത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 27 റജബ് എന്നുള്ള പേരിലാണ് ഈ ഒരു എന്താ പറയുക, ഒരു ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഇത് ഇന്നലെ ആദ്യമായിട്ട് റിലീവ് ചെയ്യുന്നത് ടെഹ്റാനിൽ, അതായത് ജനങ്ങളുടെ മുമ്പിലോട്ടാണ് ആദ്യമായിട്ട് റിലീവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഐറ്റത്. ഇതിൻ്റെ കുറേ പ്രത്യേകതകൾ കേട്ടോ പറയാനാണെങ്കിൽ. ഇപ്പോൾ യുദ്ധത്തിലൊരു പുതിയ അപ്ഡേറ്റ് പറയാനാണെങ്കിൽ ഇത് ഒരു കാര്യമാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നലെ ഹോർമോസ് കടലിടുക്കിൽ ഇന്നലെയാണ് സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ മഹാം 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവിക മൈൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ഇത് ഒന്നാണ് പുറത്തോട്ട് കണ്ടെത്തി. ഇത്തരത്തിലുള്ള എത്ര എണ്ണം സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ ഉണ്ട് എന്നുള്ളത് ഇറാന് മാത്രമേ അറിയുള്ളൂ. ഇതറിയപ്പെടുന്ന സൈനിക ശേഷികളോടും പ്രാദേശിക സംഘർഷങ്ങളോടും വളരെ വ്യക്തമായിട്ടുള്ള ഇറാൻ്റെ മറുപടി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തലുകളും കൂടെ ഇന്നലെ കണ്ടെത്തിയത്. ഇത് കൃത്യമാണെങ്കിൽ അത്തരം ഒരു കണ്ടെത്തൽ ആഗോള സമുദ്ര സുരക്ഷയിലെ കാര്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹം അവർക്കറിയാം ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ ഇന്നലെ മൂന്നാമത്തെ അമേരിക്കയുടെ ഡ്രോൺ MQ-9 മൂന്നാമത്തെ ഡ്രോണ് ഇന്ന് വീണ്ടും ഇറാൻ തകർത്തിട്ടുണ്ട്. ഹോർമോസിലൂടെ, സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ ക്രോസ് ചെയ്യാൻ വന്ന MQ-9 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡ്രോണും കൂടെ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ്. ഒരു സൈഡിൽ ചർച്ച നടക്കൂല ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നോട്ടെ, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കതിൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് 27 റജബ് എന്ന് പറഞ്ഞത് ഇറാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ മൊസ്കിറ്റോ ഫീറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെറിയ ബോട്ടാണ്. ഇതിൽ ഒരുപാട് സവിശേഷതകളായിട്ട് ഉണ്ട് കേട്ടോ. അതായത് ട്രൈമർ ഹാർഡ് ഡിസൈനാണിത്. അതായത് ട്രൈമർ ആൻഡ് ഹാർഡ് ഡിസൈൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങളിലുമുള്ള രൂപകൽപ്പന, അതായത് 3 ഭാഗങ്ങളിലോട്ടുള്ള ഒരു തരം രൂപകൽപ്പനയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത പ്രക്ഷുബ്ധ, അതായത് കടൽ ഭയങ്കരമായിട്ട് തിരമാലകളുണ്ട്, പ്രക്ഷുബ്ധമാണ് കടൽ എന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ നിയന്ത്രിക്കാനും കഴിവുള്ള ഒരു പ്രത്യേകതരം ബോട്ടാണ് ഇത്. ഇതിന് ഏകദേശം 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളെ ക്രോസ് ചെയ്ത് പോകാൻ ഈ ഒരു ബോട്ടിന് പറ്റും എന്നാണ് പറയുന്നത്. ചെറിയ വലുപ്പത്തിലുള്ള വലിയ പ്രഹരശേഷിയാണ് ഈ ബോട്ടിൻ്റെ പ്രത്യേകത. അതായത് 700 കിലോമീറ്റർ വരെ പോകുന്ന 2 മിസൈലുകൾ വഹിച്ചു കൊണ്ടുപോകാൻ ഈ ചെറിയ ഒരു ബോട്ടിന് പറ്റും. അതായത് 2 നാവിക ക്രൂയിസ് മിസൈലുകളും ഒരു ഫാസ്റ്റ് ട്രാക്ക് അറ്റാക്ക് ബോട്ടിൽ ഘടിപ്പിച്ച് സജ്ജീകരിച്ച് എഞ്ചിനീയറിംഗ് ആണ് ഇവർ ഈ ഒരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ശത്രുക്കൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള ചെറിയ സ്പീഡ് ബോട്ടുകളെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ആക്രമണ പ്ലാറ്റ്ഫോം ആക്കിയാണ് ഇറാൻ മാറ്റിയിട്ടുള്ളത്. ഈ ബോട്ടുകൾ 1ഉം 2ഉം അല്ല, ഇങ്ങനത്തെ 100 കണക്കിൽ ബോട്ടുകളാണ് ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഈ 27 റജബിൻ്റെ കൃത്യമായിട്ടുള്ള ഉയർന്ന വേഗതയെക്കുറിച്ച് പ്രാദേശിക റിപ്പോർട്ടുകൾ അതായത് പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഈ വിഭാഗത്തിലുള്ള ബോട്ടുകൾക്ക് സാധാരണയായിട്ട് 60 മുതൽ 90 നോട്ടിക്സ് വരെയുള്ള വേഗത കൈവരിക്കാൻ കഴിയും. അതിനാൽ പരമാവധി നാവിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവയെ ലക്ഷ്യം വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അമേരിക്കയുടെ വലിയ ബോട്ടുകളൊക്കെ വന്നിട്ട് ഈ ഒരു ബോട്ടിനെ ഉന്നം വെച്ച് തകർക്കുക എന്നുള്ളത് അമേരിക്കൻ റഡാറുകളിൽ പോലും ഇത്തരം ബോട്ടുകൾ അതായത് കുടുങ്ങില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു സ്ഥലത്ത് ഇറാൻ അവരുടെ നാവിക ശേഷി അത്യാധുനികമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് എനി സപ്പോർട്ട്. അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ് പറഞ്ഞത്. ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞ അപ്ഡേറ്റ് അതായത് മൈനുകളെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിന് പറയുകയാണെങ്കിൽ ഇന്നലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒമാൻ സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ മഹാം 3 എന്ന് പറഞ്ഞിട്ടുള്ള നാവിക മൈൻ കണ്ടെത്തിയത്. ഇത് കൃത്യമാണെങ്കിൽ ഇത്തരമൊരു കണ്ടെത്തൽ ആഗോള സമുദ്ര സുരക്ഷയിൽ കൃത്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ പറയുന്നുണ്ട്. ഇറാനിയൻ ആയുധ കപ്പലുകളിലെ ഏറ്റവും നൂതനമായിട്ടുള്ള നാവിക മൈനുകളിലൊന്നാണ് മഹാം 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത്. പഴയകാല നോട്ടിക്കൽ കോണ്ടാക്ട് മൈൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തന്നെ തൊട്ടാ പൊട്ടുന്ന ടൈപ്പ് മൈനുകളായിരുന്നു. ഇത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു മൈനിൽ ഉണ്ടല്ലോ. അതിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് മൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് കടലിടുക്കിൻ്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്ന ഈ ഒരു തരം മൈന് ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് കടന്നു പോകുന്ന കപ്പലുകളുടെ ശബ്ദം
അത് ശബ്ദത്തിനെ പിടിച്ചിട്ട് അതുപോലെ തന്നെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മർദ്ദം എന്നിവ തിരിച്ചറിഞ്ഞിട്ടാണ് ഇവ പൊട്ടിത്തെറിക്കുന്നത്. ശബ്ദം കേട്ടിട്ട് അവിടെ പോയിട്ട് പൊട്ടും, അതല്ലെങ്കിൽ കാന്തിക വലയത്തിലോട്ട് അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അവിടെ പോയിട്ട് പെട്ടും. അത് അല്ലെങ്കിൽ മർദ്ദം പ്രഷർ അളന്നിട്ടാണ് ഈ ഒരു കപ്പൽ ഈ ഒരു മൈൻ അവിടെ പോയിട്ട് കപ്പലുകൾ ഇടിച്ച് പൊട്ടുന്നത്. പിന്നെ ഇതിന് പുറത്തുനിന്ന് ഒരു സ്പർശനോ കാര്യങ്ങളോ ആവശ്യമില്ലാത്തതിനാൽ തന്നെ ഇവയെ കണ്ടെത്താനും നിർവീര്യമാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അന്തർവാഹിനികളെ അതുപോലെ തന്നെ എണ്ണ ടാങ്കറുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ പോലുള്ള വലിയ ഉപരിതല കപ്പലുകളെ ലക്ഷ്യം വെച്ചിട്ട് പോലും ഇത് ഈസി ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പ്രഹരശേഷി ഈ വിഭാഗത്തിൽപ്പെട്ട മൈനുകൾക്ക് വലിയ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു കപ്പലാണ്. അത് കപ്പലിൻ്റെ അടിഭാഗത്ത് പൊട്ടിത്തെറിച്ചാൽ ഏറ്റവും വലിയ കപ്പലുകളെ വരെ വളരെ ഈസി ആയിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന മൈനുകളാണ് ഈ പറഞ്ഞ മൈനുകൾ. അപ്പം ഇത് അത്ര ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് ഇപ്പോൾ അന്താരാഷ്ട്ര കംപ്ലീറ്റ് ആളുകൾക്ക് ഇതൊരു, അതായത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ്റെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും കപ്പലുകൾ മാത്രമല്ല, ഇന്ത്യയുടെ അടക്കം ഒരുപാട് കപ്പലുകളുണ്ട്. ഇതൊക്കെ കടന്നു പോകേണ്ട കപ്പലുകളാണ്. അപ്പോൾ യുദ്ധത്തിൽ തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇറാൻ ഇതൊക്കെ പിൻവലിക്കാനുള്ള ഓപ്ഷൻസ് ചെയ്യുള്ളൂ. അതല്ലാണ്ട് ഇറാൻ ഇതിൽ മാറണമെങ്കിൽ അമേരിക്ക വെറുതെ അവിടെയും ഇവിടെയും പറയണ്ട, അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞതിനനുസരിച്ച് തുള്ളാണ്ട് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഇത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു യുദ്ധം എവിടെയെങ്കിലുമൊക്കെ തീർപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എല്ലാവരെയും വളരെ ഭയങ്കരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ടെൻഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അത് മാത്രമല്ല, ഇന്ന് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു MQ-9 ഒരു ഡ്രോണും കൂടെ, അമേരിക്കയുടെ ഡ്രോണും കൂടെ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം 1, 2, 3 ഡ്രോണുകൾ വെച്ചിട്ട് ഇറാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ എല്ലാ സൈനിക ശേഷിയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ട്രംപ് ഓടിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ യുദ്ധം നിർത്തരുത്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞ് ഇസ്രായേൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിനെ യുദ്ധത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അടക്കം ട്രംപിൻ്റെ സകല അല്ലെങ്കിൽ ബേസുകളും എല്ലാം ഇറാൻ തീർക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഇതാണ് യുദ്ധത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. പുതിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ പുതിയ വലിയ പ്രസ്താവനകളുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ.